നടൻ മമ്മൂട്ടി അന്ത്യോപചാരം അർപ്പിക്കാനായി തൃപ്പൂണിത്തുറയിലെ വീട്ടിലേക്ക് എത്തുകയാണ്. മോഹൻലാൽ അന്തിമോപചാരം അർപ്പിക്കാൻ രാത്രിയിൽ എത്തിയിരുന്നു. ഇപ്പോൾ മമ്മൂട്ടി നടൻ ജയറാം KPS ലളിതയെ ഓർക്കുകയാണ്. ശ്രീ ജയറാം, താങ്കളുമായി ചേർന്നുള്ള ഒട്ടേറെ അഭിനയ രംഗങ്ങൾ മലയാളികളുടെ മനസ്സിലുണ്ട്. വളരെ അടുത്ത് ഇടപഴകി ശരിക്കും അമ്മയും മകനുമാണ് എന്ന് തന്നെ മലയാളിക്ക് തോന്നുന്ന രീതിയിൽ അത്രത്തോളം അടുത്തിടപഴകി അഭിനയിക്കുക എന്ന ഒരുപാട് രംഗങ്ങൾ, ഒരുപാട് വൈകാരിക മുഹൂർത്തങ്ങൾ. താങ്കൾ എങ്ങനെയാണ് KPS ലളിതയെ ഓർക്കുന്നത്? അത് പെട്ടെന്ന് ഈ കഴിഞ്ഞ 10-34 വർഷങ്ങൾ ഒരുമിച്ച് എൻ്റെ എത്രയോ സിനിമകളിൽ അമ്മയായിട്ട് അഭിനയിച്ചതിനേക്കാളൊക്കെ ഉപരി ഒരു ഒരു വൈകാരികമായിട്ടുള്ളൊരു വളരെ അടുത്തൊരു വ്യക്തിബന്ധം ഞങ്ങളുടെ രണ്ട് കുടുംബങ്ങൾ തമ്മിലുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ 10-23 വർഷമായിട്ട് മദ്രാസിൽ താമസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ മദ്രാസിൽ വന്നത് തൊട്ട്, ഞങ്ങൾ കല്യാണം കഴിച്ച് വന്നത് തൊട്ട്, ഒരുപക്ഷെ വേണമെങ്കിൽ കല്യാണത്തിന് മുമ്പും ഞങ്ങളുടെ പ്രണയം ഉണ്ടായിരുന്ന കാലഘട്ടത്തും ഞങ്ങൾ പോകുന്ന ഒരേ ഒരു വീടെന്ന് പറഞ്ഞാൽ ഭരതേട്ടനിൽ ചേച്ചിയുടെ വീടാണ്. അവിടെ അവര് തിരിച്ച് ഇങ്ങോട്ട് വരുന്നൊരു വീടെന്ന് പറഞ്ഞാലും ഇത് തന്നെയായിരുന്നു. വളരെ പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ അതിനേക്കാളൊക്കെ ഉപരി ചേച്ചിയുടെ ദേഹം ഇത് മാത്രമേ ഇവിടുന്ന് പോയിട്ടുള്ളൂ. ഇത് എന്നും എക്കാലത്തും ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഞങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെ തന്നെ ഉണ്ടാവും ചേച്ചിക്കൊരു മരണമില്ല ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്. താങ്കളുടെ തുടക്കകാലം മുതൽ തന്നെ ഏറെ താങ്കൾക്ക് അടുപ്പമുണ്ടായിരുന്ന, അല്ലെങ്കിൽ താങ്കളുടെ സിനിമ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച സംവിധായകൻ ഭരതൻ, അതോടൊപ്പം തന്നെ അത്രത്തോളം സ്നേഹമുണ്ടായിരുന്ന KPS ലളിത, ആ ഒരു കാലം കൂടി ഒന്ന് ഓർക്കുമോ? അതല്ല സാർ, ഇതെന്താ വെച്ചാല് ഞാൻ അക്കാലത്ത് ചെയ്തു വന്ന പത്മനാഭൻ സാറിന്റെ സിനിമയിലൂടെ വന്ന് പിൽക്കാലത്ത് എനിക്ക് കിട്ടിയ ഈ സംവിധായകർ എന്ന് വെച്ചാൽ ഭരതേട്ടൻ, അല്ലെങ്കിൽ ശശിയേട്ടൻ, സിബി മലയിൽ, സത്യനന്ദിക്കാട്, കമല്, രാജസേനൻ, ഇങ്ങനെയുള്ള സംവിധായകരുടെ സിനിമയിലൊക്കെ ഏറ്റവും നമ്മൾ വിളിക്കുമ്പോൾ തന്നെ അറിയാം അമ്മയാരാ, ലളിത ചേച്ചിയല്ലേ, പിന്നെ അതല്ലാതെ വേറെ ആരാ ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റേ കഥാപാത്രം ആരാ, ഇന്നസെന്റെ കൂടെ ലളിത ചേച്ചി. ഈ സിനിമകളിലൊക്കെ ചേച്ചി ഉണ്ടാവും. ഒന്നിലപ്പുറത്ത് സുകുമാരി ചേച്ചി ഉണ്ടാവും, ഇപ്പുറത്ത് ലളിത ചേച്ചി ഉണ്ടാവും, അല്ലെങ്കിൽ മീന ചേച്ചി ഉണ്ടാവും. ഇത് ഒരു കുടുംബം പോലെയാണ് സർ. ഇത്രയും വർഷം ഇത് പോയിക്കൊണ്ടിരുന്നത് ഒരു കുടുംബം പോലെ. ഇതിനൊന്നും ഇനി പകരം നമുക്ക് വെക്കാൻ ആരും ഇല്ലല്ലോ. ഇപ്പൊ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്നുള്ള സിനിമ പറയുമ്പോൾ സത്യനന്ദിക്കാട് പറയും ജയറാമില്ലാതെ ഞാനത് ആലോചിക്കും, വേറൊരാളെ വെക്കും. പക്ഷെ എനിക്ക് തിലകനില്ലാതെയും ലളിത ചേച്ചി ഇല്ലാതെയും അത് ആലോചിക്കാൻ പറ്റില്ല സിനിമ എന്ന് അദ്ദേഹം പറയുന്നത് കറക്റ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ അതിനേക്കാളൊക്കെ ഉപരി ഞാൻ ഈ സമയത്ത് പെട്ടെന്ന് ഓർത്തു പോകുന്നത് എന്റെ മകൻ സിനിമയിലേക്ക് വരാൻ കാരണം ചേച്ചിയാണ്. എന്റെ മകൻ സിനിമയിലേക്ക് വരാൻ വീണ്ടും ചില മറ്റേ കൊച്ചുകൊച്ചു സന്തോഷം എന്നുള്ള സിനിമയ്ക്ക് ആദ്യമായിട്ടൊരു പയ്യനെ അഭിനയിക്കാൻ കൊണ്ടുവന്ന് അവൻ ശരിയായില്ല. പിന്നെ ഒരാൾ വന്നു, അവന് പനിയൊക്കെ ആയിട്ടവൻ പോയി ഷൂട്ടിംഗ് നിർത്തണം എന്നുള്ള അവസ്ഥയിലാണ് ലളിത ചേച്ചി എന്ന് പറഞ്ഞത്. ജയറാമിന്റെ മോനുണ്ട്, ഞാൻ പറഞ്ഞു സമ്മതിപ്പിക്കാന്ന് പറഞ്ഞു. ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചിയുടെ ഒരു നിർബന്ധത്തിന് ചേച്ചിയാണ് അവനെ പോയിട്ട് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ എന്തൊക്കെയാണ് ഓർക്കണം എനിക്ക് അറിയില്ല. ഒരു വല്ലാത്തൊരു ഇതിലായിപ്പോയി. പക്ഷെ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി വിഷമിച്ചിങ്ങനെ കിടക്കരുത് എന്നൊരു പ്രാർത്ഥന ഞങ്ങളുടെ എല്ലാം മനസ്സിലുണ്ടായിരുന്നു. അങ്ങോട്ട് പോയിക്കോട്ടെ ചേച്ചി, കാരണം വിഷമിച്ച് കിടക്കരുത് എന്നുള്ളതുണ്ടായിരുന്നു. മലയാളിയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു എങ്ങനെയാണ് മലയാളികളെ ഒരേപോലെ ചിരിപ്പിക്കാനും സങ്കടപ്പെടുത്താനും കഴിയുന്ന ഒരാൾ, ഇത്ര അനായാസ ലളിതമായി നമ്മുടെ വികാരങ്ങളെ ഒറ്റ നിമിഷം കൊണ്ട് മാറ്റാൻ കഴിയുന്ന ഒരു അഭിനേത്രി. ഈ കൂടെ അഭിനയിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ആ ഒരു നടി എന്ന നിലയ്ക്ക് KPS ലളിതയെ ഓർക്കാൻ കഴിയുക? അല്ല, ചില ആളുകൾ, ഇപ്പോ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ആരാ പറയുക,
ജഗതി ശ്രീകുമാർ, അല്ലെങ്കിൽ ലളിത ചേച്ചി, തിലകൻ ചേട്ടൻ, ഇങ്ങനെയുള്ള ചില ആളുകളൊക്കെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്ക് തന്നെ എന്താ പറയുക, എനിക്ക് വല്ലാത്ത പേടിയാണ്. പേടിയും മാത്രമല്ല, ഇവരടുത്തത് എന്താണ് എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത്, അങ്ങനെയുള്ളൊരു ഒരു ടെൻഷനില്ലേ കൂടെ അഭിനയിക്കുമ്പോൾ. കാരണം നമ്മളിങ്ങനെ അത്ഭുതത്തോടു കൂടിയാണ് കാണുക, അത്ഭുതത്തോടു കൂടി ഓരോ നിമിഷവും മാറും. ഇപ്പൊ ജഗതി ചേട്ടന്റെ കൂടെയാണെങ്കിൽ ഞാൻ പറയും, ചേട്ടാ എന്തെങ്കിലും ടേക്കിലുണ്ടെങ്കിൽ എന്നോട് പറയണം, അല്ലെങ്കിൽ ഞാൻ ചിരിക്കും. എനിക്ക് ചിരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എത്രയോ ടേക്കുകളാവും, 10, 20, 30 ടേക്കുകൾ ജഗതി ചേട്ടൻ പറയാത്ത ഒന്ന് ടേക്കിൽ കാണിക്കും. അതേപോലെ ലളിത ചേച്ചിയെടുത്ത് ഞാൻ ചോദിക്കും, ചേച്ചി ഞാൻ എന്തെങ്കിലും കൂടെ അത് ചിലപ്പോൾ പെട്ടെന്ന് ചിരിച്ചു വന്നിട്ട് ചേച്ചി പൊട്ടിത്തെറിച്ച് വേറൊരു അവസ്ഥയിലേക്ക് പോകുന്നതാ. അത് അവസാനം ഞാൻ വിചാരിക്കും ചേച്ചി ബോധം കെട്ട് വീണുവെല്ലാം പോകുമെന്ന് വിചാരിക്കും. അങ്ങനത്തെ ഒരു ഇതിലേക്ക് വരും ഇവരൊക്കെ. കാരണം ഇവരൊക്കെ അഭിനയം എന്ന് പറയുന്നത് ചുമ്മാ ഒരു പൈസയ്ക്ക് വേണ്ടിയോ ഇതിനു വേണ്ടി നടക്കുന്നവരല്ല, ജീവിതത്തിൽ രക്തത്തിൽ അലിഞ്ഞു പോയവരാണ്. പകരമില്ല സർ ആരും, എനിക്ക് പറയാൻ വാക്കുകളില്ല. എന്തായാലും ശ്രീ ജയറാം ഈ സമയത്ത് ഇത്രയും ഇഴയടപ്പമുള്ള വാക്കുകൾ കൊണ്ട് KPSC ലളിതയെ ഓർത്തതിന് പ്രത്യേകം നന്ദി. MS അനീഷ് കുമാറിലേക്ക്. അനീഷ്, ഇനിയിപ്പോൾ ഉടൻ തന്നെ പൊതുദർശനത്തിനായി മൃതദേഹം അവിടെ നിന്ന് എടുക്കുകയാണോ? അനീഷ് കേൾക്കാമോ? പൊതുദർശനത്തിനായി മൃതദേഹം മമ്മൂട്ടി വരാനായി കാത്തുനിന്നാണ്. ഇനിയിപ്പോൾ ഉടനെ തന്നെ എടുക്കുകയാണോ മൃതദേഹം? ഹലോ, തീർച്ചയായും ഇനി അധിക നേരം ഉണ്ടാവില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിനിമാ മേഖലയിലെ സഹപ്രവർത്തകർ ഓരോരുത്തരായി തങ്ങളുടെ പ്രിയ സഹപ്രവർത്തകയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി വസതിക്ക് താഴെ ക്രമീകരിച്ചിരിക്കുന്ന പ്രത്യേക സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്പസമയം മുമ്പാണ് നടൻ മമ്മൂട്ടി ഒപ്പം എത്തി അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിയിരിക്കുന്നത്. മറ്റ് മലയാളത്തിലെ പ്രമുഖരായ സംവിധായകർ, നടീനടന്മാർ തുടങ്ങിയവരൊക്കെ തന്നെ ഇവിടെയുണ്ട്. 8:30യോടുകൂടി ഇവിടെ നിന്നും ഈ കൂത്തമ്പലത്തിലേക്ക്, തൃപ്പൂണിത്തുറ ലായത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെയാവും പ്രധാനമായും പൊതുജനങ്ങൾക്ക് KPSC ലളിതയെ ഒരുപക്ഷെ അവസാനമായി കാണുന്നതിനുള്ള. അനീഷ, ഒരു നിമിഷം തുടരുക. നടൻ ലാലു അലക്സ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ലാലു അലക്സ്, എങ്ങനെയാണ് തികച്ചും പലതുകൊണ്ടും വ്യത്യസ്തയായിരുന്ന ഒരു നടി, നമ്മളെ പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന അഭിനയ പ്രതിഭ, നിങ്ങൾ പലപ്പോഴും ഒരുമിച്ച് അഭിനയിച്ചിട്ടുമുണ്ട് ഒരുപാട് സിനിമകളിൽ, എങ്ങനെയാണ് KPSC ലളിതയെ ഓർക്കുന്നത്? ചേച്ചിയെ ഓർക്കുന്നത്, ഞാൻ സിനിമ കണ്ടപ്പം മുതൽ ചേച്ചി ഓർമ്മയുള്ളതാണ്. അന്ന് മുതൽ ചേച്ചിയുടെ അഭിനയ ചാതുര്യവും ചേച്ചിയുടെ, അത് കഴിഞ്ഞാൽ ചേച്ചിയുടെ ഒപ്പം അഭിനയിക്കാനായിട്ട് പല സിനിമകൾ സാധിച്ചു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചേച്ചിക്ക് സുഖമില്ല എന്ന് അറിയാനിടയായി. വലിയ നഷ്ടമാണ്, വലിയ വേദനയാണ്. പക്ഷേ ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ. ചേച്ചിക്ക് കുറച്ച് നാളായിട്ട് സുഖമില്ലായിരുന്നു. ചേച്ചി എന്നും നമ്മളെല്ലാവരും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു പ്രതിഭയാണ്. ഈ മലയാള സിനിമയുടെ പലരും KPSC ലളിതയെ ഓർക്കത്തപ്പോൾ പറഞ്ഞത്, ഈ അവസാന ഘട്ടത്തിൽ പോലും ശാരീരികമായ ഒട്ടേറെ അവസ്ഥകളുള്ളപ്പോഴും ക്യാമറയ്ക്ക് മുന്നിലെത്തിയാൽ വല്ലാത്തൊരു ഊർജ്ജത്തോടു കൂടിയാണ്, അതെല്ലാം മറന്നായിരുന്നു അവർ അഭിനയിച്ചിരുന്നത്. അഭിനയത്തോട് എനിക്ക് തോന്നി അവസാനത്തെ കുറച്ച് മാസങ്ങൾ ഒഴികെ ബാക്കി എല്ലാ സമയത്തും അവർ അഭിനയത്തിന്റെ ഏതെങ്കിലും മേഖലയിൽ വളരെ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. ചേച്ചിക്ക് അതായിരുന്നു. ചേച്ചി ഒരു അഭിനേത്രി എന്ന രീതിയിൽ ചേച്ചിക്ക് കിട്ടിയ ഗിഫ്റ്റ്, ചേച്ചി 100 കൂടുതൽ ശതമാനം അതിനെ ഒരു തപസ്യ മാതിരി കണ്ട ചേച്ചിയാണ്. ചേച്ചിക്ക് അതല്ലാതെ വേറെ ഒന്നുമില്ല. ചേച്ചിക്ക് ഒരാള് സിനിമയ്ക്ക് വിളിച്ചാൽ ആ സിനിമ വേഷം ചെയ്യുക എന്നുള്ള അത് അവിടുന്ന് അത് കഴിച്ചു കഴിഞ്ഞാൽ അടുത്തയിലേക്ക് ഓടുക. ശരി, ലാലു അലക്സ് ആണ് KPSC ലളിതയെ ഓർത്തത്. ഈ സമയത്ത് ഞങ്ങളോട് പ്രതികരിച്ചതിന് നന്ദി. നടൻ സുരേഷ് ഗോപി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒരുപാട് സിനിമകൾ ഒപ്പം അഭിനയിച്ച മലയാളികളേറെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഒരു നടി, എല്ലാ തരത്തിലും മലയാളിയുടെ വീടിനുള്ളിലെ ഒരാളെ പോലെ സ്നേഹിച്ച ഒരു നടി, എങ്ങനെയാണ് താങ്കൾ KPSC ലളിതയെ ഓർക്കുന്നത്? ആദ്യത്തെ ഓർമ്മയെന്ന് പറയുന്നത് കുട്ടിക്കാലം മുതൽ കാണുന്ന സത്യൻ മാഷ്, ശീലാമയൊക്കെ ഉള്ള കാലം മുതൽ കാണുന്ന ഒരു പ്രകടനമാണ്.
അതിന്റെ തലങ്ങൾ എത്രയാണ്, നമുക്കങ്ങനെ ഒരുപാട് നടന്മാരുണ്ട്. പക്ഷെ ഒരു യുഗത്തിൽ ജനിച്ച് ഒരു യുഗം സിനിമ ഒരു ഇൻഡസ്ട്രി എന്ന നിലയ്ക്കും അഭിനയത്തിന്റെ അംശങ്ങൾ, ഓരോ കഥാപാത്രത്തിനും അതിലെ വൈവിധ്യങ്ങൾ, ഇതൊക്കെ അന്താളിച്ച് നിൽക്കാനേ നമുക്ക് സാധിക്കൂ. നമുക്ക് ഇതിന്റെ ഒരു ഏത് അളവ് വരെ ഇവരൊക്കെ മാതൃകയാക്കിയാൽ പോലും എത്താനുള്ള പ്രാപ്തി നമുക്കുണ്ട്. ലളിത ചേച്ചിയെ സംബന്ധിച്ച് നാടകരംഗത്ത് അതിന്റെ ഒരു അഭിനയ പാടവത്തില് ഒരു കരുത്തെന്ന് പറയുന്നത് വേറെ കുറച്ച് മാറ്റി കൂട്ടുന്ന തരത്തിൽ ആവാഹിച്ച ഒരു മഹതി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു നടി എന്ന നിലയ്ക്ക് മനസ്സിൽ പതിഞ്ഞു പോയ ഇപ്പോഴും ഒന്ന് കണ്ണടച്ചാൽ ഓർക്കാൻ പറ്റുന്ന രൂപം എന്ന് പറയുന്നത് ഭഗവാൻ ഒരു കുറവനായി, ശ്രീപാർവതി എന്ന് പറയുന്ന പന്ത്, വാഴ്വേ മായൻ എന്ന് പറയുന്ന സിനിമയിൽ അതാണ് ഇപ്പോഴും ഹൃദയത്തിൽ നിൽക്കുന്ന KPSC ലളിത എന്ന് പറയുന്ന കാഴ്ച. അതിനുശേഷം പിന്നെ കൊല്ലത്തെപ്പോഴോ ഷൂട്ടിങ്ങിന് വന്ന സമയത്തൊരു സിനിമാ കുടുംബമായതുകൊണ്ട് കൊല്ലത്തെ വീട്ടിൽ വരികയും വിസ്മയുടെ കൂടെ വരികയും അങ്ങനെയൊക്കെയുള്ള അടുപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഒരു സിനിമാ നടനായി വന്നതിന് ശേഷം നിരന്തരം കുടുംബത്ത് ഇന്ററാക്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ആ കൂട്ടത്തിൽ ചേച്ചി എന്ന് പറയുന്നത് ഇടയ്ക്ക് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു 2 വർഷം മുമ്പ് ഈ കോവിഡൊക്കെ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ്, കോവിഡ് തുടങ്ങുന്ന സമയത്ത് എനിക്ക് സാമ്പാറും ചോറും വേണം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്ന ഓർമ്മ എനിക്കുണ്ട്. അതാണ് ആ സമയത്താണ് ഏറ്റവും അവസാനമായിട്ട് വീട്ടിൽ വന്നത്. അത് കഴിഞ്ഞ് പിന്നെ ചേച്ചി സുഖമില്ലാതെ കിടന്ന സമയത്ത് 2 തവണ കണ്ടത് മാത്രമാണ്. അതും അവസാന ഭാഗമായപ്പോഴേക്കും നമുക്ക് പോയി കാണാനുള്ള ഒരു അവസ്ഥകൾ പോയി ചെല്ലുന്നതും ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ അത് ദ്രോഹമാവരുത്, ചേച്ചിക്കും നമ്മളെ എങ്ങനെ ചേച്ചിയെ കാണാൻ അനുവദിക്കാവുന്ന ഒരവസ്ഥയിലല്ലായിരുന്നു. അപ്പോ അതൊക്കെ ആ ദൂരമെന്നൊക്കെ പറയുന്നത് ഇപ്പൊ ഈ വിയോഗം വന്ന് ആഞ്ഞടിക്കുമ്പോൾ അത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നത്. നടി എന്ന നിലയ്ക്ക് 2 മക്കളെ, ഒരുപക്ഷെ ഭരതേട്ടൻ പോയതിനു ശേഷമുള്ള ഒരവസ്ഥയിൽ ആ മക്കളെ നല്ല രീതിയിൽ എടുത്തു കൊണ്ടുവന്ന് അവരുടെ മേഖലകളിൽ കൊണ്ടുചെന്ന് മകളെ ഒരു പുരുഷനെ നോക്കി എഴുതിച്ചു, നല്ല ദാമ്പത്യം, മകനെ സിനിമാ രംഗത്ത് തന്നെ കൊണ്ടുവന്ന് ഉറപ്പിക്കാനും അവര് തുടരുന്നതൊക്കെ അവരുടെ കഴിവാണ്. അപ്പൊ സിദ്ധാർത്ഥായാലും ഒരു നല്ല സംവിധായകനാണെന്ന് തെളിയിച്ചു, നല്ല നടനാണെന്ന് തെളിയിച്ചു, പ്രയാണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഒരു അമ്മ എന്ന നിലയ്ക്ക് അച്ഛന്റെ അസാന്നിധ്യം ഇത്രയും കൃത്യമായി ഒരു നിർവഹണം നടത്തിയ മഹതി ഇനി അഡ്മിനിസ്ട്രേഷനിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് സർക്കാർ കൊടുത്ത ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് ചെയ്തതിന്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് ചിലപ്പം വിളംബരത്തിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ആ രംഗത്ത് പ്രവർത്തിച്ചവർക്കെല്ലാം അറിയാം സംഗീത നാടക അക്കാദമിയിൽ ഇരിക്കുന്ന സമയത്ത് ചേച്ചി ചെയ്തിട്ടുള്ള നന്മകളും കാര്യങ്ങളും ഒക്കെ. ഒരുപക്ഷെ കോവിഡ് കാലത്ത് ചേച്ചിക്ക് ആ കസേരയിൽ ഇരുന്നു കൊണ്ടുള്ള ഒരു നിർവഹണം നടത്താൻ പറ്റാത്തതിന്റെ ഒരു കുറവും നമുക്കവിടെ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ അർത്ഥത്തിലും ഒരു തികഞ്ഞ വനിത, ഒരു കുടുംബം അളന്നു കുറിച്ച് വരവും ചെലവും കൃത്യമായി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന വനിതയിൽ തുടങ്ങി ഒരു ഒഫീഷ്യൽ നിർവഹണത്തിൽ അതിനിടയ്ക്ക് നടി എന്ന് പറയുന്ന പ്രകടനത്തിൽ ഒട്ടും ഡൈല്യൂഷൻ ഇല്ലാതെ. എന്താണ് ഇതിൽ കൂടുതൽ ലളിത ചേച്ചിയെ കുറിച്ച് പറയേണ്ടത്? ഏറെക്കാലമായി നിങ്ങൾ തമ്മിൽ വളരെ അടുത്ത വ്യക്തിബന്ധം, അഭിനേതാക്കൾ എന്ന നിലയിലുള്ള ബന്ധം, ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത കാലത്തായി 2 വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലായി നിൽക്കുന്നു. 2 രാഷ്ട്രീയ പാർട്ടികളുടെയും
പ്രതിനിധികളായി രണ്ടുപേരും അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് വരുന്നു. ഈ ഘട്ടത്തിലൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഇത്തരം രാഷ്ട്രീയം ചർച്ചകളിലേക്ക് വരാറുണ്ടായിരുന്നോ അതോ? ചേച്ചി എന്നോട് പറയുമായിരുന്നു, എന്റെ രാഷ്ട്രീയം നിനക്കൊരു പ്രശ്നമേ അല്ല എന്ന് എനിക്കറിയാം. ഹലോ ഹലോ, കേൾക്കാം. എന്റെ രാഷ്ട്രീയം നിനക്കൊരു പ്രശ്നമേ അല്ല എന്ന് എനിക്കറിയാം. എന്റെ രാഷ്ട്രീയം എനിക്ക് ഒട്ടുമേ പ്രശ്നമല്ല. നമ്മൾ പണ്ടെങ്ങനെ തുടങ്ങി അത് തുടരും, ഇതാണ് എന്റെ നയം എന്ന് പറഞ്ഞ തന്നെയാണ് ചേച്ചി. ആരെയും പേടിച്ചിട്ടില്ല. എന്റെ കൂടെ വരുന്നതിനോ, എന്റെ സിനിമകളിലേക്ക് വരുന്നതിനോ, എന്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഭക്ഷണം കഴിക്കുന്നതിനോ ഒന്നും ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു തോന്നുന്നു കലാകാരന്മാരുടെ കാര്യത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെടുന്നവർക്ക് അങ്ങനെ ഒരു മതിൽ ഒരു പണിയെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ജീവിതം എന്ന് പറയുന്നത് വേറെയാണ്, സിനിമ വേറെയാണ്, രാഷ്ട്രീയം വേറെയാണ്. ജീവിതത്തിലേക്ക് നമ്മൾ കോർത്തിണക്കിയ കണ്ണി എന്ന് പറയുന്നത് തുരുമ്പും പിടിക്കാതെ അറ്റുപോവുകയില്ല. അൺലെസ് അങ്ങനെ ഒരു പക്ഷെ അതൊക്കെ ചേച്ചിയുടെയും കൂടി സ്വഭാവ സവിശേഷതയാണ്. ചേച്ചിക്ക് അത് കൃത്യമായിട്ട് ആറന്മുള പൊന്നമ്മയുടെയും ജ്ഞാനലക്ഷ്മി അമ്മയുടെയും മക്കളെ എങ്ങനെ സമീപിക്കണമെന്നുള്ളത് കൃത്യമായി ചേച്ചിക്ക് അറിയാമായിരുന്നു. എനിക്ക് തോന്നുന്നു എന്റെ വീട് ഏറ്റവും അധികം സന്ദർശിക്കുകയും ഏറ്റവും കൂടുതൽ തവണ വന്ന് ഊണ് കഴിക്കാനാണ് വരുന്നത്. അപ്പോഴൊക്കെ ചേച്ചിയുടെ കസിൻ സിസ്റ്ററിന്റെ മകൾ രാജി എയർ ഇന്ത്യയിലുണ്ടായിരുന്നു, രാജശ്രീ നായർ. രാജിയെ വിളിച്ചിട്ടാണ് ചേച്ചി വീട്ടിലേക്ക് വരുന്നത്. രാജിയോട് ചോദിച്ചാൽ അറിയാം, എത്രയോ തവണ വന്നിരിക്കുന്നു. ഒരുപാട് സന്തോഷത്തോടെയാണ് ഞങ്ങൾ എത്രയോ തവണ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ളത്. ചേച്ചിക്ക് അങ്ങനെയുള്ള ഭക്ഷണമോ പായസമോ ഒന്നും കഴിക്കാൻ പറ്റാത്ത സമയത്ത് പോലും ട്രിവാൻഡ്രം ക്ലബിൽ പല കല്യാണങ്ങൾക്കൊത്തു ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ എന്താണ് ഇപ്പോ നിലനിൽക്കുന്ന ഒരുപാട് ഓർമ്മകൾ. പ്രൊഫഷണൽ ബന്ധം എന്നതിനപ്പുറത്തേക്ക് വ്യക്തിപരമായ ഒരു ബന്ധം, ആ ഒരു ഊഷ്മളത കാത്തു സൂക്ഷിക്കാനെന്നും ശ്രമിച്ചിരുന്ന ആളായിരുന്നു അല്ലേ? ഉറപ്പായിട്ടും. അല്ലെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കില്ലല്ലോ. ഒരു വയ്യായ്മയിൽ പോലും എന്റെ വീട്ടിലെ സവിശേഷത എന്ത് എന്ന് മനസ്സിലാക്കി, എന്റെ രീതികൾ എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി, അതേ ആവശ്യങ്ങൾക്ക് എന്റെ വീട്ടിൽ വന്നാൽ ഭക്ഷണം കഴിക്കാതെ പോവില്ല, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വരണം എന്ന് പറയുന്ന കണക്കൂട്ടലെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ചേച്ചി. അതൊക്കെ ഒരു ചുമ്മാ ഭക്ഷണം കഴിക്കാൻ വന്നു എന്നുള്ളതല്ല, ആ ബന്ധത്തിന്റെ ആഴം, ആ ബന്ധത്തിന്റെ ഒരു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഭയങ്കരമാണ്. പിന്നെ ഇതിനകത്ത് ബന്ധവും വ്യക്തിയും എല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോഴും എനിക്ക് ശ്രീപാർവതി പുറത്തിയായി വീട്ടിലേക്ക് വരുന്നു എന്ന് പറയുന്ന ആ ഒരു മനസ്സിൽ പതിഞ്ഞുപോയ കുട്ടിക്കാലത്ത് വാഗ്വേമായം എന്നൊക്കെ പറയുന്നത് ഞാൻ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ ഉള്ള സിനിമയാണ്. അപ്പൊ അതൊക്കെ അങ്ങ് പതിഞ്ഞു പോയിട്ട് എനിക്ക് ശ്രീപാർവതി പുറത്തിയായി വീട്ടിലേക്ക് വരുന്നതാണ് എന്റെ മനസ്സിലെ ഒരു ഫീൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്റെ ഭാര്യയോടും മക്കളോടും എല്ലാവരോടും വളരെ ക്ലോസ് ആണ്. എന്റെ മക്കളെയൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ട് സ്കൂളിലോട്ട്. എല്ലാം ഇപ്പം നനവിൽ മുങ്ങിപ്പോകുന്ന ഓർമ്മകളായി അവശേഷിക്കുന്നു. എന്തായാലും ഈ സമയത്ത് നടി എന്ന നിലയിലും ഒരു സ്നേഹമുള്ള ഒരു സഹോദരി, അമ്മ, ചേച്ചി എന്ന നിലയിലും എല്ലാം KPSC ലളിതയെ ഓർത്ത സുരേഷ് ഗോപിക്ക് പ്രത്യേകം നന്ദി. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, ലായം റോഡിലെ കൂത്തമ്പലത്തിലേക്ക് മൃതദേഹം വച്ചുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു അല്ലേ? തീർച്ചയായും ഏതാണ്ട് 5 മിനിറ്റ് മുമ്പ് വീട്ടിൽ നിന്നും പൊതുദർശനം പൂർത്തിയാക്കി കൂത്തമ്പലത്തിലേക്ക്, ലായത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം അവിടേക്ക് എത്തിക്കും. എന്തായാലും സിനിമാ മേഖലയിലെ പ്രമുഖരടക്കം നിരവധി പേരാണ് അവർ അവസാനമായി താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ ക്രമീകരിച്ചിരുന്ന പ്രത്യേക പൊതുദർശന ഇടത്തെത്തി അവസാനമായി ഒരുമിച്ച് കാണാനായി എത്തിയത്. നടൻ മമ്മൂട്ടി അടക്കമുള്ളവർ, സംവിധാന മേഖലയിൽ നിന്നുള്ള പ്രമുഖരായ ആളുകൾ, സിനിമാ മേഖലയിൽ സഹപ്രവർത്തകർ തുടങ്ങി നിരവധി പേർ. ഒരു നിമിഷം തുടരുക. നടനും സംവിധാനമായ ലാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ലാൽ, എങ്ങനെയാണ്
മലയാള സിനിമയിൽ എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞുപോയ ഒരു പേരാണ് KPSC ലളിത. എത്രയോ രംഗങ്ങൾ ഓരോരുത്തരുടെ മനസ്സിലേക്കും ഇങ്ങനെ തിര പോലെ കടന്നു വരും. താങ്കൾ എങ്ങനെയാണ് KPSC ലളിതയെ ഓർക്കുന്നത്? ഒരുപാട് പടത്തില് ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ സംവിധാനം ചെയ്ത പടത്തില് ഞാൻ സിദ്ദിഖൊക്കെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്ത പാകിസ്ഥാന്റെ കൂടെ. അതല്ലാതെ പിന്നെ ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയപ്പോഴും ഞാൻ പല സിനിമകളിലും ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു നടി ഏതെങ്കിലും സിനിമാ ലോകത്തുണ്ടാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. അതായത് ഇങ്ങനെ സത്യസന്ധമായിട്ട് അഭിനയിക്കുന്ന ഒരു നടി, ഒരിക്കലും നമുക്കിതൊരു അഭിനയമാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത, ആരഭിനയിച്ചാലും അതിനകത്തൊരു അഭിനയത്തിന്റെ അംശം എപ്പോഴും തിരിച്ച് കാണാൻ പറ്റും. അതില്ലാത്തൊരു നടി 100% സത്യസന്ധമാണ്. തമാശ മണിച്ചിത്രത്താഴില് ഞങ്ങള് ഞാൻ സിദ്ദിഖും ചേർന്നിട്ട് കുറച്ച് പോർഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ലളിത ചേച്ചിയുടെ കുറച്ച് ഹ്യൂമർ പോർഷൻസ്, ലളിത ചേച്ചിയും ഇന്നസെന്റ് ചേട്ടനുള്ളതൊക്കെ. ആ സമയത്ത് ആ ഹ്യൂമർ ചെയ്യുന്നതിന്റെ ഒരു ഭംഗി, ആ ഹ്യൂമർ ചെയ്യുമ്പോഴും അത് എക്സാഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചെയ്യലല്ല. എക്സാഗ്രേറ്റ് ചെയ്ത് ചിരി ഉണ്ടാക്കുന്ന പരിപാടികളുണ്ട് അഭിനയത്തിൽ, തമാശയുടെ കാര്യത്തിൽ. പക്ഷെ അതും വളരെ സത്യസന്ധമായിട്ടുള്ള അഭിനയ മികവെന്ന് പറയുന്നത് അത് അത്ഭുതപ്പെടുത്തിക്കളെ. നമ്മള് ഷോർട്ട് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് പറയാൻ മറന്നു പോകുന്ന ഒരവസ്ഥ. അതുപോലെ ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമയില് ആ കുട്ടിയെ കൊണ്ട് കിണറ്റിലിടാൻ പോകുന്ന സീനിലൊക്കെ ഞങ്ങളിങ്ങനെ അന്തപ്പെട്ട് നിന്ന് പോയിട്ടുണ്ട്. ഇത് എവിടെയാണ് നമ്മൾ ഇതിനെ കട്ട് പറയുക? അപ്പൊ പെർഫോം ചെയ്യുന്നതിന്റെ ഒരു എക്സ്ട്രീമാണ്. കരയുക, അതിനകത്ത് റിസൾട്ട് ഉപയോഗിച്ച് കരയുക, അങ്ങനെയുള്ള പരിപാടികളൊന്നും അല്ല. അത് ഒരു എന്താ പറയുക, ഒരു ബാധ കയറുന്ന പോലെ ആ ക്യാരക്ടർ അവിടേക്ക് കയറിയിട്ട് പിന്നെ ഒരു തകർക്കല, നമ്മളിങ്ങനെ ഞെട്ടി അന്തം വിട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത്. അതേപോലെ പിന്നെ ഞാൻ കാൺമതത്തിൽ അഭിനയിക്കുമ്പോൾ അതിനകത്ത് ലാല് അമ്മയെ കാണാൻ വേണ്ടി ചെല്ലുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. അതിപ്പോ അഭിനയത്തിന് സ്കൂളായിട്ട് എടുക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം സ്കൂളായിട്ട് എടുക്കാൻ പറ്റില്ല. ഇതെന്താണ് ഇതിന്റെ ഒരു വിദ്യ, എന്താണ് ഇതിന്റെ ഒരു എങ്ങനെ ഇത് സാധിക്കുന്നു നമുക്ക് ഒരിക്കലും കണ്ടെത്താൻ പറ്റാത്ത നമ്മൾ ഒരുപാട് അഭിനയങ്ങൾ നമ്മളൊക്കെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിലേക്ക് അഭിനയിക്കുമ്പോഴൊക്കെ സിനിമകളിലൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അത് അയാള് എങ്ങനെ ചെയ്തിരിക്കുന്നത്, ഇവരെങ്ങനെ അഭിനയിക്കുന്നത്. പക്ഷെ ഇത് ആവാത്ത ഒരു ദൈവിക സംഭവമുള്ളൊരു നടി തന്നെയാണ്. നഷ്ടം എന്നൊക്കെ വെറുതെ ക്ലീഷേ ഡയലോഗല്ല അത് മലയാള സിനിമ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് ചേച്ചിയുടെ ഈ വിയോഗം. ശ്രീ ലാൽ, നന്ദി ഈ സമയത്ത് KPSC ലളിതയെ അനുസ്മരിച്ചതിൽ. നടൻ ഇന്നസെന്റ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. KPSC ലളിത എന്ന് പറയുമ്പോൾ ഒപ്പം അഭിനയിക്കുന്ന ആരെന്ന് പറഞ്ഞാൽ മലയാളിക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന പേര് താങ്കളുടേതാണ്. നിങ്ങളുടെ കോമ്പിനേഷൻ്റെ എത്രയോ രംഗങ്ങൾ ഇങ്ങനെ മലയാളിയുടെ മനസ്സിൽ ചിരിപ്പിച്ചും കരയിപ്പിച്ചുമെല്ലാം നിൽപ്പുണ്ട് ഇപ്പോഴും. എങ്ങനെയാണ് താങ്കൾ KPSC ലളിതയെ ഓർക്കുന്നത്? അവരുടെ കൂടെ ഒരുപാട് സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും മണിച്ചിത്രത്താഴ്, ഗോഡ് ഫാദർ, ഗജകേസരി യോഗം, പൊന്മുട്ടിയിടുന്ന താറാവ്, ഈ സിനിമകളിലൊക്കെ അവർ അസലായിട്ട് നന്നായിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. നമ്മൾ എപ്പോഴും ഒരു കാര്യമുണ്ട്, ഇപ്പൊ എനിക്ക് ഇന്ന ആള് എന്റെ കൂടെ ഉണ്ടാവണം അഭിനയിക്കാൻ, ആ റോളിന് അവരാണ് നല്ലത്. ഇപ്പൊ നമ്മൾ ഈ ഏത് സിനിമയൊക്കെ ആണെങ്കിലും ചിലപ്പോൾ ഹീറോ ഇപ്പൊന്നും ഇല്ല അങ്ങനെയൊന്നും. പണ്ട് എനിക്ക് ആ ഹീറോയിൻ വേണം എന്റെ കൂടെ അഭിനയിക്കാൻ എന്നൊക്കെ പറയുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ താൻ തന്റെ റോള് ചെയ്യുക, മറ്റേ റോളിന്റെ കാര്യം അന്വേഷിക്കേണ്ട, അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഞാൻ പറയാൻ കാരണം ഈ സിദ്ദിഖ് ലാലിന്റെ അവരൊരു സിനിമ ഗോഡ് ഫാദർ തുടങ്ങുന്ന സമയത്ത് ആ സിനിമ ഇങ്ങനെ അവര് ക്യാരക്ടേഴ്സിനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് വന്നപ്പോ ഇന്നസെന്റ് തന്റെ ഭാര്യയാണ്, കൊച്ചമ്മണി എന്നാണ് ആ ക്യാരക്ടറിന്റെ പേര്, അവരെങ്ങനെ മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ് ഒരു സ്ഥലത്ത്. വല്ലപ്പോഴും ഒരിക്കൽ താൻ പോകും അവിടെ. അപ്പൊ അങ്ങനെ ഒരു റോളാണ്. അതിന്റെ കഥാപാത്രത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, വേറെ ആരെയും നിങ്ങൾ ചിന്തിക്കണ്ട, അത് ലളിത തന്നെ മതി എന്ന് ഞാൻ പറഞ്ഞു. അവരും ഒന്ന് ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, മതി, ലളിത തന്നെ മതി. നമ്മളിപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം, ആ കൊച്ചമ്മണി എന്ന് പറയുന്ന ക്യാരക്ടർ വേറെ ആര് ചെയ്താൽ നന്നാവും എന്നുള്ളതാണ്. ഇത് തന്നെയാണ് പല സിനിമകളിലും അവര് നമ്മുടെ ഭാര്യയായിട്ട് വരുന്നത്, സഹോദരിയായിട്ട് വരുന്നത് ഒക്കെ നമുക്ക് പിന്നീട് മനസ്സിലാവുന്നത് ഇവരല്ലാതെ വേറൊരാള് ആ സ്ഥാനത്തേക്ക് ഇല്ല എന്നുള്ളതാണ് ഇവരുടെ കാര്യം. ഇവര് നമ്മുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമ്മുടെ
എന്താ പറയാ അയൽവക്കത്തുള്ള ഏതെങ്കിലും വിലാസിനി ചേച്ചിയോ അല്ലെങ്കിൽ അങ്ങ് കൊച്ചമ്മണിയോ അല്ലെങ്കിൽ റോസി ചേച്ചി എന്നൊക്കെ നമുക്ക് തോന്നും. നമ്മൾ നമ്മുടെ ഗ്രാമത്തിൽ കണ്ട പല കഥാപാത്രങ്ങളും ലളിതയിൽ കൂടി നമ്മൾ കാണും. അങ്ങനെ കാണുമ്പോഴാണ് ആ റോള് നന്നായിരിക്കുന്നു എന്ന് പറയുക. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഉള്ള പിന്നെ ഈ ലളിതയുടെ കഴിഞ്ഞതിന്റെ മുമ്പത്തെ സെലക്ഷനിൽ ഞാൻ പറയേണ്ടതായിട്ട് വന്നു. പാർട്ടി ചോദിച്ചു. അപ്പൊ ഒരു പറഞ്ഞു അയ്യോ എനിക്ക് വയ്യാന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചു ചോദിച്ചു നിങ്ങൾ ഇലക്ഷൻ നിൽക്കണം, ഇതേ പറയണോ, പാർട്ടി പറയണോ? അവരെന്നോട് പറഞ്ഞു ഇല്ല ഒരു കാരണവശാലും ഞാൻ നിൽക്കില്ല ഇന്നസെന്റ്, എനിക്ക് വയ്യ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് നിർബന്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞല്ല, അല്ലെങ്കിൽ അവർ MLA ആണ്. മനസ്സിലായി? എന്റെ അടുത്ത് തന്നെ പറയാ അവര് നിങ്ങൾ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം മാറരുത് കേട്ടോ, നിങ്ങൾ തന്നെ നിൽക്കണം, ആർക്കും നിങ്ങളുടെ പേരിന്റെ എതിരോ കാര്യങ്ങളോ ഇല്ല. അപ്പൊ ഇതൊക്കെ പറയാ. പിന്നെ സിനിമയിൽ സീനിൽ വരുമ്പോ ആ സീൻ എടുത്ത് നമ്മളെ വായിച്ച് കേൾപ്പിക്കും ആ ഡയറക്ടർ. ആ സമയത്ത് നമ്മൾ അത് മനസ്സിൽ എടുക്കും. തമ്മിൽ ഞാനും ലളിതയും തമ്മിൽ പറയും, ഞാൻ ഇങ്ങനെ പറയും, അപ്പൊ ലളിത ഇങ്ങനെ പറയും. അത് ഡയറക്ടറുടെ അനുവാദത്തോടു കൂടി നമ്മൾ പല പടങ്ങളിലും ചെയ്യാറുണ്ട്. ചില സിനിമകളിൽ ഞാൻ ചിലർ ചെയ്തതിന് ശേഷം ആ സിനിമ പിന്നീട് ആലീസ് കണ്ടു കഴിഞ്ഞപ്പോൾ പൊന്മുട്ടയിടും താറാവ് കണ്ടു കഴിഞ്ഞപ്പോ എന്റെ ഭാര്യ എന്നോട് പറയാണ് ഇത് തന്നെയല്ലേ നിങ്ങൾ ഇങ്ങനെയല്ലേ ഇവിടെയും സംസാരിക്കാറുള്ളതെന്ന്. ഞാൻ കേട്ടപ്പോ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു അതെ, അതുകൊണ്ടാണ് ജനത്തിന് ഇഷ്ടം. അവര് എവിടെയോ കണ്ട അവരുടെ സഹോദരനോ അച്ഛനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്യാരക്ടർ അവരുടെ മനസ്സിൽ വരുമ്പോഴാണ് ആ റോള് നന്നായി എന്ന് അവർക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അത് അഭിനയമാണ്, അപ്പൊ അത് തന്നെയല്ലേ ഇവിടെ എന്ന് ചോദിച്ചാൽ നമുക്ക് നിവൃത്തിയില്ല. അപ്പൊ എന്തായാലും മലയാള സിനിമയ്ക്ക് ഒരു നഷ്ടം. എനിക്ക് തോന്നുന്നു ലളിതയെ പോലെ അഭിനയിക്കാൻ പറ്റിയ ഒരു നടി മലയാളത്തിൽ നല്ല തെലുങ്കിലോ തമിഴിലോ ഹിന്ദിയിലോ ഇല്ല. അപ്പൊ അത്രയും നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. നാടകത്തിൽ നിന്നും വന്നവരാണ് അവർ. അവരുടെ ഭർത്താവ് ഭരതൻ, അദ്ദേഹം എന്റെ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് ഓർമ്മയ്ക്കായി. ഞങ്ങൾ തമ്മിൽ വലിയ സുഹൃത്തുക്കളാണ്. അതുപോലെ സിദ്ധാർത്ഥൻ, കുട്ടി, ഇവരെയൊന്നും മറക്കാൻ പറ്റില്ല. അവരൊക്കെ കൊച്ചുകുട്ടികളായിരുന്നപ്പോഴും നമുക്ക് മദ്രാസിൽ വെച്ച് അടുപ്പമുള്ള ആൾക്കാരാണ്. അതായത് ലളിതയുടെ ഈ ഒരു വേർപാടിൽ പ്രാർത്ഥിക്കുക. മലയാള സിനിമയ്ക്ക് ഇതൊരു നഷ്ടമാണ്. സിനിമ ഉള്ളിടത്തോളം കാലം നമ്മൾ ലളിതയെ പോകുന്നത്. സാധാരണ നിലയിൽ നായകനും നായികയും തമ്മിലാണ് സ്ക്രീനിൽ ഒരു വല്ലാത്ത കെമിസ്ട്രി വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത്. പക്ഷേ മലയാളത്തിൽ ഇപ്പുറത്ത് ഇന്നസെന്റും KPSC ലളിതയും കൂടെ ചേരുമ്പോൾ ഒരു വല്ലാത്തൊരു കെമിസ്ട്രി. മലയാളി നിങ്ങൾ തമ്മിലുള്ള ഒരു അയത്നലളിതമായി വിവരങ്ങൾ അഭിനയിക്കുകയാണോ എന്ന് പലപ്പോഴും തോന്നില്ല. ആ തരത്തിലായിരുന്നു. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഈ അതൊന്ന് കുറച്ചുകൂടി ഒന്ന് പറയാമോ, നിങ്ങൾ തമ്മിൽ ചേർന്ന് അഭിനയിക്കുന്ന രംഗങ്ങളെ കുറിച്ച്? അല്ല, അത് നമ്മള് അത് എന്തുകൊണ്ട് ഞാനും ആ സീനില് നമ്മൾ തന്മയത്വമായിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ അവര് തന്മയത്വമായിട്ട് കാണിക്കുമ്പോ എനിക്കൊരു ആർട്ടിഫിഷ്യലായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാനും അതാവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ചിലപ്പോ വഴക്കാവുന്ന സമയത്ത് ഏതോ പടത്തിലുണ്ട് കവിള് വീർപ്പിച്ചിട്ട് ഞാൻ 2 കൈ കൊണ്ട് എന്റെ കവിളത്ത് ഞാൻ മിണ്ടില്ല എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതൊക്കെ എന്താ പറയാ, അത് അവര് കൂടുതൽ അഭിനയമല്ലാത്ത രീതിയിൽ ചെയ്യുമ്പോൾ നമ്മളും അതാവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് തന്നെ കെമിസ്ട്രി, വേറൊന്നുമില്ല. അതല്ല ആർട്ടിഫിഷ്യലായിട്ട് അവർ വരികയാണെങ്കിൽ നമ്മളും അതുപോലെ തന്നെ ആയിന്ന് വരാം. അപ്പൊ അത് നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ അഭിനയിക്കുന്നവര് നന്നായിട്ട് അഭിനയിച്ചാലേ നമ്മളും നന്നാവുള്ളൂ എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ്. അതല്ലെങ്കിൽ ആ സീൻ തന്നെ ആൾക്കാർ പറയും മോശമാണ്. കൂടെ ഉള്ള ആളിനെ കൂടി മികച്ച രീതിയിൽ അഭിനയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു നടിയല്ലേ? പിന്നെ ആ സീൻ നന്നാവണം, അത് നന്നാവണമെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം എന്ന് തമ്മിൽ പറയും. അതിപ്പോ എന്നോടൊന്നല്ല, അവര് അഭിനയിക്കുന്ന അവരുടെ കൂടെയുള്ള സ്ത്രീകളോട് വരെ പറയും. അതല്ലെങ്കിൽ അവര് ചെയ്യുന്നതിനുള്ള ആ സുഖം കാണാൻ നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ്. ഈ സമയത്ത് KPSC ലളിതയെ അനുസ്മരിച്ചതിന് പ്രത്യേക നന്ദി. അച്ഛനെ ഉടനെ ഇവിടെ എത്തിക്കാൻ പറ്റും. ബാക്കിയുള്ളവർക്ക് ഇനി കല്യാണം കഴിക്കാൻ ഒക്കെ ഇല്ലയോ ഞാൻ ഇനി നിങ്ങൾ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. എടി കൊച്ചമണി, ഇവരെ പിടിച്ചു നിർത്താൻ തടയരുത്, വഴി തടയരുത്. ആര് തടഞ്ഞാലും ഞങ്ങൾ പോകും. ഞാൻ പറയുന്നു ഒന്ന് കേൾക്കണ. വേണ്ട, ബാക്കിയുള്ളതൊക്കെ ഇനി അച്ഛനോട് നേരിട്ട് പറഞ്ഞാൽ മതി. നിന്നോട് ഞാനല്ലേ പറഞ്ഞത് പോകരുതെന്ന്. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഒരു കല്യാണം കഴിക്കണം, അത് ഞാൻ നടത്തി തരുന്നു. അതൊന്നും പറ്റില്ല. നീ പോടാ. നീ ഉണ്ടാതിരി. എന്താ ഇപ്പൊ പറഞ്ഞത്? ഞാനിപ്പോ എന്താ പറഞ്ഞത്? കല്യാണം നടത്തി കൊടുക്കാന്ന്. ചേട്ടാ, എന്റെ ചേട്ടനൊന്നും പറ്റിയില്ലല്ലോ, ഒരപകടവും വരുത്തിയില്ലല്ലോ എന്റെ ദൈവമേ. ഒരു ചെറിയ ഇടവേളയിലേക്ക് കൂടി മറ്റു ചില പ്രധാന വാർത്തകളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. അതിനുശേഷം വീണ്ടും KPSC ലളിതയുടെയും മൃതദേഹം പൊതുദർശനത്തിനൊക്കെയാണ്, അതിലേക്ക് തന്നെ മടങ്ങി വരാം. തലശ്ശേരി ന്യൂമാഹിയിൽ CPM പ്രവർത്തകൻ ഹരിദാസിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ അറസ്റ്റിനൊരുങ്ങി പോലീസ്.
കൊലയാളി സംഘത്തെക്കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അറസ്റ്റിലായ 4 പ്രതികളും റിമാൻഡിലാണ്. പ്രതികളിൽ നിന്ന് ലഭിച്ച ഫോണുകളിൽ ഗൂഢാലോചന സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് സൂചന. പുന്നേൽ ഹരിദാസ് വധവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. നിലവിൽ 4 പേരാണ് അറസ്റ്റിലായതെങ്കിലും കസ്റ്റഡിയിലുള്ള 2 പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തിയേക്കും. കേസിൽ അറസ്റ്റിലായ BJP മണ്ഡലം പ്രസിഡന്റ് ലിജേഷ്, RSS പ്രവർത്തകരായ വിമിൻ, അമൽ, സുനേഷ് എന്നിവരെ തലശ്ശേരി സെഷൻസ് കോടതി ഇന്നലെ റിമാൻഡ് ചെയ്തിരുന്നു. രാഷ്ട്രീയ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പ്രതികളുടെ ഫോണിൽ നിന്ന് ഗൂഢാലോചന സംബന്ധിച്ച വിശദാംശങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് സൂചന. 2 ബൈക്കുകളിലായി എത്തിയ 4 പേരടങ്ങുന്ന കൊലയാളി സംഘത്തിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൊലയാളി സംഘം ന്യൂമാഹിയിലുള്ളവരാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. തൃക്കാക്കരയിൽ 2 വയസ്സുകാരിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ അമ്മയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. കുട്ടിയുടെ അച്ഛൻ പോലീസിനോട് നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും മൊഴിയെടുക്കുന്നത്. ഒളിവിൽ പോയ ഇവരുടെ സഹോദരിക്കും സുഹൃത്തിനും വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അതേസമയം ആശുപത്രിയിൽ കഴിയുന്ന കുട്ടിയുടെ സ്ഥിതിയിൽ കാര്യമായ പുരോഗതിയില്ല. സഹോദരിയുടെ സുഹൃത്തായ ആന്റണി ടിജിന്റെ ഇടപെടലുകൾ സംബന്ധിച്ചാണ് കുട്ടിയുടെ അച്ഛൻ പോലീസിന് മൊഴി നൽകിയത്. ഇയാൾ ലഹരിമരുന്നിന് അടിമയാണെന്നതും ഇവരുടെ തിരോധാനത്തിൽ സംശയമുണ്ടെന്നും പിതാവിന്റെ മൊഴിയിലുണ്ട്. ഇവരുമായി കുടുംബത്തിലുള്ളവർ എങ്ങനെ ഇടപെട്ടിരുന്നു എന്നതും കുട്ടിയെ ഇവർ ഉപദ്രവിച്ചോ എന്ന കാര്യത്തിലുമാണ് പോലീസ് വ്യക്തത തേടുന്നത്. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായിട്ടും ഇവിടെ നിൽക്കാതെ കടന്നുകളഞ്ഞതിന് പിന്നിലെ ദുരൂഹതയ്ക്ക് പിറകെയാണ് പോലീസ്. തൃക്കാക്കര പോലീസ് കുട്ടിയുടെ അച്ഛന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തി. ഇതിനുശേഷം സിറ്റി പോലീസ് കമ്മീഷണറുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഒളിവിൽ പോയ സഹോദരിക്കും സുഹൃത്തിനുമായി പോലീസ് അന്വേഷണം ശക്തമാക്കി. ആദ്യ ദിവസങ്ങളിൽ ഇവരുടെ മൊബൈൽ ഫോണുകൾ സജീവമായിരുന്നു. ഇതനുസരിച്ചാണ് പോലീസ് മുന്നോട്ട് നീങ്ങുന്നത്. അതേസമയം ആശുപത്രിയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയിൽ ഇതുവരെയും കാര്യമായ പുരോഗതിയില്ല. അപസ്മാരം പിന്നീട് ഉണ്ടായിട്ടില്ല എന്നതാണ് ആശ്വാസകരമായി ചൂണ്ടിക്കാട്ടാനുള്ളത്. ന്യൂസ് 18 കൊച്ചി. കിഴക്കൻ യുക്രൈനിലേക്കുള്ള സൈനിക നീക്കത്തിനു പിന്നാലെ റഷ്യയ്ക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ച രാജ്യങ്ങൾ. 2 റഷ്യൻ ബാങ്കുകൾക്കാണ് അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചത്. കൂടുതൽ സാമ്പത്തിക വ്യാപാര ഉപരോധങ്ങൾ അമേരിക്ക പ്രഖ്യാപിച്ചേക്കും. നാളെ റഷ്യൻ വിദേശകാര്യമന്ത്രിയുമായി നടത്താനിരുന്ന ചർച്ച ഉപേക്ഷിച്ചതായി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അറിയിച്ചു. 5 റഷ്യൻ ബാങ്കുകൾക്കും 3 വ്യക്തികൾക്കുമാണ് ബ്രിട്ടൻ ഉപരോധം ഏർപ്പെടുത്തിയത്. 351 റഷ്യൻ പാർലമെന്റ് അംഗങ്ങൾക്കും 21 മറ്റു വ്യക്തികളുടെയും വിസ മരവിപ്പിക്കാൻ യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചു. നിലവിലെ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്നും പ്രകൃതിവാതകം ഇറക്കുമതി ചെയ്യുന്നതിനുള്ള നോർഡ് സ്ട്രീം 2 പൈപ്പ് ലൈൻ പദ്ധതി ജർമ്മനി നിർത്തിവെച്ചു. കിഴക്കൻ യൂറോപ്പിലേക്ക് റഷ്യൻ സേന പ്രവേശനം സമാധാന ശ്രമങ്ങളുടെ ഭാഗമാണെന്ന് അംഗീകരിക്കില്ലെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി അന്തോണിയോ ഗുട്ടാറസ് പ്രതികരിച്ചു. യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയരുന്നു. ബ്രൈറ്റ് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $3 ഉയർന്ന് $100 അടുത്തെത്തി. 2014 സെപ്റ്റംബറിന് ശേഷം ആദ്യമായാണ് എണ്ണവില ബാരലിന് 100 അടുത്തെത്തുന്നത്. ആഗോള എണ്ണ ഉൽപ്പാദനത്തിന്റെ 10% റഷ്യയുടേതാണ്. റഷ്യക്കെതിരെ രാജ്യാന്തര ഉപരോധം വന്നാൽ ആഗോളതലത്തിൽ എണ്ണ ലഭ്യത കുറയുകയും വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്യും. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറവാണെങ്കിലും വിലക്കയറ്റവും ലഭ്യത കുറവും ഇന്ത്യയെയും ബാധിച്ചേക്കാം. സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കും. അടിയന്തര പ്രമേയമായിട്ടാണ് വിഷയം കൊണ്ടുവരിക. തുടർച്ചയായി ഉണ്ടാകുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ തടയുന്നതിൽ പോലീസ് സമ്പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാവും പ്രതിപക്ഷ നീക്കങ്ങൾ. ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി നൽകും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുമേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്നും തുടരും. കണ്ണൂർ സർവകലാശാല BC നിയമനം ശരിവെച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ അപ്പീലിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് വിധി പറയും. ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെ വൈസ് ചാൻസലറായി നിയമിച്ചത് നേരത്തെ സിംഗിൾ ബെഞ്ച് ശരിവെച്ചിരുന്നു. ഈ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സെനറ്റ് അംഗം പ്രേമചന്ദ്രൻ കീഴോത്ത് അടക്കമുള്ളവരാണ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത്. പുനർനിയമന നടപടി സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും നിയമനം ശരിവെച്ച സിംഗിൾ ബെഞ്ച് ഇക്കാര്യങ്ങൾ പരിഗണിച്ചില്ലെന്നുമായിരുന്നു അപ്പീലിൽ ഹർജിക്കാരുടെ വാദം. പുതിയ നിയമനമല്ല, മറിച്ച് പുനർനിയമനമാണ് നടത്തിയതെന്നായിരുന്നു സർക്കാർ കോടതിയെ അറിയിച്ചത്. CBSE, ICSE 10-12 ക്ലാസുകളിലെ ഓഫ്ലൈൻ പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. സ്കൂൾ നടത്തിയിരുന്ന ഇന്റേണൽ ഇംപ്രൂവ്മെന്റ് പരീക്ഷകളുടെ അടിസ്ഥാനമാക്കി മൂല്യനിർണ്ണയം നടത്തണമെന്നാണ് ഹർജിക്കാരുടെ പ്രധാന ആവശ്യം. വിവിധ സർവകലാശാലകളിലേക്കുള്ള പ്രവേശന തീയതി ഏകീകരിക്കാൻ UGCക്ക് നിർദ്ദേശം നൽകണമെന്നും കഴിഞ്ഞ 2 വർഷമായി ഓഫ്ലൈൻ പരീക്ഷ എഴുതാത്ത വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ നടപടി വേണമെന്ന ആവശ്യവും ഹർജിയിലുണ്ട്. കോവിഡ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് വിദ്യാർത്ഥികൾ കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് AN ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്.
സഭാ തർക്കത്തിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഓർത്തഡോക്സ് വിഭാഗം നൽകിയിട്ടുള്ള ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. CRPF ഉപയോഗിച്ചാണെങ്കിലും പള്ളി കൈമാറ്റം ചെയ്യപ്പെടണമെന്ന് സിംഗിൾ ബെഞ്ച് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. വിധി നടപ്പാക്കാൻ സർക്കാർ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വിശദമാക്കാൻ ജില്ലാ ഭരണകൂടത്തോടും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജസ്റ്റിസ് അനു ശിവരാമന്റെ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചൂടിൽ 5 സംസ്ഥാനങ്ങൾ. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. 9 ജില്ലകളിലെ 59 സീറ്റുകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 624 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. പീലിഭിത്ത്, ലഖിംപൂർ ഖേരി, സീതാപൂർ, ഹർദോയ്, ലക്നൌ, ഉന്നാവോ, റായ്ബറേലി, ഫത്തേപൂർ, ബന്ദ എന്നീ ജില്ലകളിലെ മണ്ഡലങ്ങളാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. വിവരങ്ങളുമായി KP അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, 4ാം ഘട്ട വോട്ടെടുപ്പിൽ ഏതു പാർട്ടികൾക്കെല്ലാം സ്വാധീനമുള്ള മേഖലകളിലാണ് ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്നത്? കിരൺ, 2017 BJP തൂത്തുവാരിയ പ്രദേശങ്ങൾ ആണിത്. 59 സീറ്റുകളിൽ 51 BJP സ്ഥാനാർത്ഥികളായിരുന്നു 2017 വിജയിച്ചത്. അത്തരത്തിൽ വലിയ സ്വാധീനം BJP ചെലുത്തിയിരുന്ന പ്രദേശങ്ങളിലാണ് ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്നത്. എന്നാൽ 2022 എത്തുമ്പോൾ ലഖിംപൂർ ഖേരിയിലെ കർഷക കൊലപാതകം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സജീവമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ലഖിംപൂർ ഖേരി, സീതാപൂർ അടക്കമുള്ള പ്രദേശങ്ങൾ, ലക്നൌ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ ആണ് ഇന്നിപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അല്പസമയം മുമ്പ് BSP അധ്യക്ഷ മായാവതി ലക്നൌവിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ലക്നൌവിലെ മുനിസിപ്പൽ നഴ്സറി സ്കൂളിൽ ആണ് വോട്ട് രേഖപ്പെടുത്തിയത്. വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ മത്സരിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. അതിൽ തന്നെ ഉന്നാവ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, നമുക്കറിയാം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഉന്നാവ് ബലാത്സംഗ വിഷയം ഉൾപ്പെടെ ദേശീയ തലത്തിൽ അത് അടക്കം ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമായിരുന്നു. അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്നത് ആശാ സിംഗ് ആണ്. ഉന്നാവോ ബലാത്സംഗത്തെ അതിജീവിച്ച പെൺകുട്ടിയുടെ അമ്മയെ ആണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുള്ളത്. ഇങ്ങനെ സമകാലിക വിഷയങ്ങൾ കൂടി ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട പ്രദേശങ്ങളിൽ ആണ് ഈ 4ാം ഘട്ടത്തിൽ വിധിയെഴുത്ത് എന്നുള്ളതാണ്. ഇത്തരം സാഹചര്യങ്ങളെല്ലാം തന്നെ കോൺഗ്രസിന് BJPക്ക് തിരിച്ചടി ഉണ്ടാക്കും എന്ന തരത്തിലാണ് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതീക്ഷ. ശരി, KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. റബ്ബർ വിലയിടിവിൽ വലഞ്ഞിരിക്കുകയാണ് റബ്ബർ കർഷകർ. 2 മാസത്തിനിടെ കിലോയ്ക്ക് 25 രൂപയുടെ ഇടിവാണ് ഉണ്ടായത്. കമ്പനികൾ ആഭ്യന്തര വിപണിയിൽ നിന്നും റബ്ബർ വാങ്ങുന്നത് നിർത്തിയതാണ് വിലയിടിവിനുള്ള പ്രധാനപ്പെട്ട കാരണം. 2 മാസം മുൻപ് വരെ റബ്ബർ വിലയിൽ മികച്ച മുന്നേറ്റമാണ് ഉണ്ടായത്. എന്നാൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു. ഡിസംബറിൽ RSS 4-ന് 200 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് 150-ലേക്ക് ഒതുങ്ങി. ഇതോടെ കർഷകരും ദുരിതത്തിലായി. ഉൽപാദനം വളരെ കുറയുകയും ചെയ്ത് വിലയും ശകലം പുറകോട്ട് പോയി. അതുകൊണ്ട് ആപ്പാടെ പ്രതിസന്ധിയില്ല. ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു അവസരമാണ്. അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് കമ്പനികൾ വൻതോതിൽ റബ്ബർ വാങ്ങി ശേഖരിച്ചു. ഇതോടെ ആഭ്യന്തര വിപണിയിൽ റബ്ബറിന് ആവശ്യക്കാരില്ലാതെയായി. ഇതാണ് കർഷകർക്ക് തിരിച്ചടിയായത്. സാധാരണ തൊഴിലാളികളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇന്ന് റബ്ബർ മേഖല കൊണ്ട് ആശ്രയിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ബോർഡിൻ്റെ ഭാഗത്തുനിന്നൊന്നും അങ്ങനെയുള്ള തൊഴിലാളികളെക്കുറിച്ച് യാതൊരു ചിന്ത അവരുടെ ഒരു ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അത് ഞങ്ങളെപ്പോലുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു മേഖലയാണ്. എന്നാലും ഈ പഠിച്ച തൊഴിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതായതുകൊണ്ട് ഉപേക്ഷിച്ച് പോകാൻ മറ്റു മേഖലകളിലേക്ക് പോകാനുള്ള സാഹചര്യമില്ല. 60,000 ടൺ റബ്ബർ ഇതിനോടകം കമ്പനികൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. മാർച്ച് മാസം വരെ ഇറക്കുമതി തുടരുമെന്നാണ് വിവരം. ഇതോടെ വില ഇനിയും ഇടിയാനാണ് സാധ്യത. അടിസ്ഥാന വില 200 രൂപയാക്കുമെന്ന പ്രഖ്യാപനം സംസ്ഥാന സർക്കാർ അടിയന്തരമായി നടപ്പാക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 കോട്ടയം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സർക്കാർ സർവീസിൽ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനു വേണ്ടി പ്രവർത്തിച്ചു വന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സെൽ നിർത്തലാക്കിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു. സംസ്ഥാന സർക്കാർ തീരുമാനം റദ്ദാക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കാനാണ് 18 സമുദായ സംഘടനകളുടെ കൂട്ടായ്മയായ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. സർക്കാർ സർവീസിൽ പട്ടികജാതി പട്ടികവർഗ പ്രാതിനിധ്യം പരിശോധിക്കുന്നതിനും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടപടികൾ കാര്യക്ഷമമാക്കുന്നതിനുമായി രൂപീകരിച്ച എംപ്ലോയ്മെന്റ് സെൽ ബിയുടെ പ്രവർത്തനമാണ് പൊതുഭരണ വകുപ്പ് നിർത്തലാക്കിയത്. പൊതുഭരണ സെക്രട്ടേറിയറ്റിലെ ജോലിഭാരം ശാസ്ത്രീയമായി ക്രമീകരിക്കുന്നതിനായി രൂപീകരിച്ച 5-അംഗ സമിതിയുടെ ശുപാർശ പ്രകാരമാണിത്. 87 വകുപ്പുകളിലെ വാർഷിക അവലോകനവും പട്ടിക വിഭാഗക്കാരുടെ നിയമനങ്ങളും പരിശോധിക്കുന്ന സെല്ലിനെയാണ് എ സെക്ഷനിൽ ലയിപ്പിച്ചത്. ഇതോടെ ഒഴിവുള്ള തസ്തികകളിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്താൻ കഴിയാതെ വരുമെന്നാണ് പരാതി. അതിഗുരുതരമായ
ഒരു നീതി നിഷേധം ആണ് ഇടതുപക്ഷ ഗവൺമെന്റ് ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വിഷയത്തിൽ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തിക്കൊണ്ടിരുന്ന സെൽ ബി എടുത്തു മാറ്റി അത് എയിൽ ലയിപ്പിച്ചു. ഇപ്പൊ എ ബി എന്നില്ല. ഇപ്പോ ഫലത്തിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഞങ്ങൾ എടുത്തു മാറ്റിയിട്ടില്ല, അത് റദ്ദ് ചെയ്തിട്ടില്ല എന്നാണ് വാദമെങ്കിൽ സത്യത്തിൽ എന്താണ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഇപ്പോ നടപ്പിലാക്കാൻ കഴിയുന്ന സംവിധാനം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എംപ്ലോയ്മെന്റ് സെൽ ബിയിലെ സെക്ഷൻ ഓഫീസറെ വ്യവസായ വകുപ്പിലേക്കും അസിസ്റ്റന്റുമാരെ പൊതുഭരണ വകുപ്പിലേക്കും പുനർവിന്യസിച്ചു. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങാനാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്യത്തെ ശുചീകരണ തൊഴിലാളികളുടെ ജീവിതത്തിന് പുതിയ അർത്ഥം നൽകുകയാണ് പൂനെയിലെ വേൾഡ് ടോയ്ലറ്റ് കോളേജ്. ഇവിടുത്തെ പരിശീലനത്തിലൂടെ ശുചീകരണ തൊഴിലാളികൾ വലിയ തോതിൽ അവരുടെ ജീവിതം മാറ്റിമറിച്ചു. മിഷൻ ബാനിയുടെ ഈ റിപ്പോർട്ടോടുകൂടി ഷോ പൂർത്തിയാവുകയാണ്. നമസ്കാരം. आज हम जिस जगह पे खड़े हुए हैं ये पटियाला का कैंट एरिया है। ये बेसिकली एक आर्मी एरिया है। यहाँ पे तकरीबन 455 के करीब सैनिटेशन वर्कर्स काम करते हैं जो किसी एजेंसी से जुड़े हुए हैं। हमने आज इन सैनिटेशन वर्कर्स की फर्स्ट बैच को ट्रेनिंग दिया है, जिसमें तकरीबन 50 से 60 लोग आए थे ट्रेनिंग लेने के लिए। महिला सफाई कामदार भी हैं, पुरुष सफाई कामदार भी हैं। इन लोगों को आज हमने ट्रेनिंग में सिखाया कि कोविड-19 के समय में आप काम करते वक्त किन किन बातों का ध्यान रखेंगे, कोविड एप्रोप्रिएट बिहेवियर आपका किस प्रकार से होना चाहिए, अपनी हेल्थ का ध्यान किस तरीके से रखें काम करते वक्त, और सेफ्टी एट वर्क प्लेस। इसके अलावा सॉफ्ट स्किल, वेस्ट मैनेजमेंट, वाटर एंड सैनिटेशन। ये कोविड से भी खतरनाक है। क्योंकि जो हम सफाई करते हैं हमारे अंदर मिट्टी कट्टा जो भी है हमारे अंदर जाता है। हम वैसे के वैसे ही अपने बच्चों के पास जाते हैं, उनसे मिलते हैं, उनको भी डर है बीमारी से। इसीलिए जब मैंने सर से ट्रेनिंग ली, वैसी ट्रेनिंग किसी ने हमको कभी आज तक समझाया नहीं था। एक विश्वास की कमी देखने को मिलती है। वो जल्दी से हमारी बात नहीं सुनते हैं, कभी कभी मीटिंगों में भी नहीं आते हैं। कभी कभी उन्हें लगता है कि क्या स्वच्छता की भी कोई ट्रेनिंग होती है। लेकिन पुराने जो विद्यार्थी होते हैं, जो हमारे पास से ट्रेनिंग लेके जा चुके होते हैं, पास आउट होते हैं, जिन्होंने अपनी लाइफ में इस ट्रेनिंग के बाद एक पॉजिटिव चेंज, एक डिग्निटी फील की है, उन लोगों को हम अपने साथ लेके आते हैं इन मीटिंगों में। जब वो बात करते हैं तो उन्हें वो रियल फील मिलता है कि हाँ सच में इस ट्रेनिंग से कुछ फायदा है। हमारे ही समुदाय के भाई ने, हमारे ही जैसा काम करने वाले भाई ने इस ट्रेनिंग को लिया और उनको ये बेनिफिट हुए, उनको ये अपॉर्चुनिटी मिली, फिर बाद में वो कन्विंस होते हैं।